ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി സോയാ ചങ്ക്സ് മഞ്ചൂരിയൻ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സോയാ ചങ്ക്സ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് സോയാ ചങ്ക്സ് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് സമയം 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. സോയാ ചങ്ക്സ് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം. സോയാ ചങ്ക്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ മാറ്റിക്കളയാം. ഈ സോയാ ചങ്ക്സ് ഒരു അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു കളയാം. ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞു കളയാം. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം കോൺഫ്ലവറും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സോയാ ചങ്ക്സ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയി വരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. 1 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിനി ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു സവാള കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതും കുറച്ച് സമയം 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
ഈ സോസൊക്കെ നന്നായിട്ട് സോയാ ചങ്ക്സിൽ പിടിച്ചു വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടോട് കൂടി തന്നെ ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ സോയാ ചങ്ക്സ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വെളുത്ത എള്ള് തൂവിക്കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.